ഭഗവത്ഗീത സീരീസ് ചെയ്തപ്പം എനിക്ക് നല്ലൊരു റിവിഷൻ പോലെയായിരുന്നു കേട്ടോ. അപ്പം ഇനി ഏത് ബുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇനി ഏത് ഏൻഷ്യൻറ്റ് സ്ക്രിപ്ചർ എടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്ന കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, അത് ശരിക്കും വേറെ ഒരു ബുക്കിൽ നിന്നാണ് വരുന്നത്. അപ്പം ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ കർമ്മം എന്താണ്, കർമ്മയോഗ എന്താണ്, ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുവരാം, നമ്മുടെ ലൈഫിൽ തന്നെ ഫോക്കസ് എങ്ങനെ കൊണ്ടുവരാം, പിന്നെ ഡിറ്റാച്ച്മെൻറ്റ് എന്താണ്, മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ്. പക്ഷേ ഈ ഭഗവത്ഗീതയിൽ പറയുന്ന ഈ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക സോഴ്സ് ബുക്കുണ്ട്, അതാണ് ഉപനിഷദ്സ്. അപ്പം നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ അറൗണ്ട് 800 to 500 BC, അതായത് ഓൾമോസ്റ്റ് 3000 years മുമ്പ് നമുക്ക് ഫസ്റ്റ് ഉപനിഷത്ത് കിട്ടി. അത് ഒരാളായിട്ട് എഴുതിയതല്ല. ഈ മുനിമാരും ഈ സന്യാസിമാരൊക്കെ അവർക്ക് കിട്ടിയ നോളജായിരുന്നു. അപ്പം ആ സമയത്ത് ബുക്ക് എഴുതുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓറലി പറഞ്ഞായിരുന്നു അത് എന്താ പറയുക ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വന്ന ബുക്സിൻ്റെ ഒരു സെറ്റ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഉപനിഷത്സ്. അത് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ എന്താ പറയുക ഏറ്റവും ഒരു കോർ ഹാർട്ട് ഓഫ് ദ ഫിലോസഫി എന്നാണ് ഉപനിഷത്തിനെ പറയുന്നത്. അത് ഒന്നോ രണ്ടോ ബുക്കൊന്നുമല്ല, 108 ഉപനിഷത്സ് ഉണ്ട്. അതായത് 108 ഉപനിഷത്താണ് ഉള്ളത്. ആൻഡ് ശരിക്കും ഒരുപാട് റീസേർച്ചേഴ്സൊക്കെ എല്ലാ 108 വായിക്കും. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾ ഉപനിഷത്സ് ഉണ്ട്. അതായത് മുഖ്യ ഉപനിഷത്ത്, അത് 10 മുഖ്യ ഉപനിഷത്സ് ആണുള്ളത്. ആ 10 മുഖ്യ ഉപനിഷത്ത് എന്ന് പറയുമ്പം ഈശ ഉപനിഷത്ത്, കേന ഉപനിഷത്ത്, കഥ ഉപനിഷത്ത്, പ്രശ്ന ഉപനിഷത്ത്, മന്ദക ഉപനിഷത്ത്, മന്ദുക്യ ഉപനിഷത്ത്, തൈത്തിരീയ ഉപനിഷത്ത്, ഐതരേയ ഉപനിഷത്ത്, ചന്ദോഗ്യ ഉപനിഷത്ത്, ബൃഹദരണ്യക ഉപനിഷത്ത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കിത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം വൈ നോട്ട് ഡു എ സീരീസ്. അപ്പം ഈ സീരീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എനിക്കത് പഠിക്കാനും പറ്റും. അപ്പം ഈ 10 മുഖ്യ ഉപനിഷത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് ടു ഭഗവത്ഗീതയാണ് കഥ ഉപനിഷത്ത്. അപ്പം ഇന്ന് കഥ ഉപനിഷത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എത്രത്തോളം ഉപനിഷത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഐ എം വെരി പോസിറ്റീവ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പം എവിടെയോ കേട്ട കുറേ പേരുകളാണ് ഞാൻ ആദ്യമായിട്ട് ഈ കഥ ഉപനിഷത്ത് വായിച്ചപ്പം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കഥ ഉപനിഷത്തിൽ 2 ചാപ്റ്ററാണുള്ളത്, 2 അധ്യായം. ഓരോ അധ്യായത്തിൽ 3 വള്ളി എന്ന് പറഞ്ഞിട്ട് സെഗ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ വള്ളിയാണ്. അപ്പം ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. ഈ കഥ തുടങ്ങുന്നത് വജശ്രവാസ് എന്ന് പറഞ്ഞ ഒരു ആള് ഒരു യാഗം നടത്തുവാണ്, വിശ്വജിത് യാഗം. അപ്പം ഈ യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പം അതൊരു ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ത്യാഗം ചെയ്യണം. അപ്പം ഈ വജശ്രവാസ് എന്താ ചെയ്തേ, വജശ്രവാസിൻ്റെ അടുത്തുള്ള പഴയ പശുക്കളും പഴയ യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഭയങ്കര വീക്കായിട്ടുള്ള പശുക്കൾ, ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റാത്ത പശുക്കൾ, ഒട്ടും പാല് ഉണ്ടാക്കാൻ പറ്റാത്ത പശുക്കളെയൊക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെ മകൻ നച്ചിക്കേത്ത് എന്ന പേരുള്ള ഒരു ടീനേജ് ബോയ്, അത് നച്ചിക്കേത്ത് ഇത് കാണുമ്പം ഹി വാസ് എ ലിറ്റിൽ ഡിസ്റ്റർബ്ഡ്. ബിക്കോസ് ഈ വിശ്വജിത് യാഗത്തിൽ ഇഷ്ടമില്ലാത്ത സാധനങ്ങളല്ല ഡൊണേറ്റ് ചെയ്യാനോ സാക്രിഫൈസ് ചെയ്യാനോ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്യാനാണ്
ഈ യാഗം നടത്തുന്നത് തന്നെ. അച്ഛൻ ചെയ്യുന്നത് കാണുമ്പം ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് അച്ഛനോട് ചോദിക്കുവാണ്, അതെന്താ അച്ഛാ ഇങ്ങനെ ചെയ്യുന്നത്, ഇതൊക്കെ കൊടുക്കുന്നത്, ഇത് ഡൊണേറ്റ് ചെയ്യുന്ന പോലെയല്ലേ, അച്ഛന് ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ മൈൻഡ് ആക്കിയില്ല. അച്ഛൻ എന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അപ്പം നച്ചിക്കേത്തിന് മനസ്സിലായി, എല്ലാം അച്ഛനിങ്ങനെ ദാനം ചെയ്യുവാണെങ്കിൽ നച്ചിക്കേത്ത് സ്വന്തം അച്ഛനോട് ചോദിക്കുവാണ്, അച്ഛൻ എന്നെ ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ചോദിച്ചപ്പം വജ്രസഭാസ് ഒന്നും റിപ്ലൈ ചെയ്തില്ല. അപ്പം നച്ചിക്കേത്ത് ഒന്നുകൂടി ചോദിച്ചു, അച്ഛ എന്നെ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? അപ്പോഴും ഈ അച്ഛനൊന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം നച്ചിക്കേത്ത് പിന്നെയും ചോദിച്ചു. അപ്പം നച്ചിക്കേത്ത് അത് അറിയാൻ വേണ്ടി, ആ ഒരു ഇന്നോസെൻസ് കാരണം ചോദിക്കുന്ന ചോദ്യമായിരുന്നു, എന്നെ ആർക്കാണ് കൊടുക്കുന്നത്, എന്താണ് എൻ്റെ പേർപ്പസ് എന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഈ അച്ഛന് ഭയങ്കര ഒരു നാണക്കേട് പോലെയായി. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പം ഒരു കൊച്ചാക്കുന്ന പോലെ ഒരു ഫീലിംഗ് വന്നു. അപ്പം അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പം അച്ഛൻ നച്ചിക്കേത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മൃത്യുക്ക് കൊടുക്കും. അപ്പം അതൊരു ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ. അപ്പം ശരിക്ക് മറ്റുള്ള ഒരു അച്ഛനും മോനും ഒക്കെ ആണെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അവിടെ തന്നെ എൻഡായി. പിന്നെ അങ്ങനെ അതിനെ പറ്റി വേറെ ചർച്ചയൊന്നുമില്ല, വേറെ ആലോചിക്കുന്നൊന്നുമില്ല. മനസ്സിലായി അച്ഛൻ ദേഷ്യത്തിലാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി വേറെ കാര്യത്തിലൊക്കെ പോകും. പക്ഷേ നച്ചിക്കേത്ത് ഭയങ്കര യുണീക്ക് ക്യാരക്ടറുള്ളൊരു കൊച്ചായിരുന്നു. നച്ചിക്കേത്ത് വിചാരിച്ചു, അച്ഛൻ എന്നോട് പറഞ്ഞത് അതിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ഞാനത് ചെയ്യണം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊട്ടും ഒരു വിഷമമായിട്ട് എടുത്തില്ല. അപ്പം അടുത്ത ദിവസം തന്നെ നച്ചിക്കേത്ത് യാത്ര തുടങ്ങി, യമദേവനെ കാണാൻ വേണ്ടി യമദേവൻ്റെ വീട്ടിലേക്ക് ഉള്ള യാത്ര. അപ്പം ശരിക്കും ഒരു സിംബോളിക്കലി അല്ല, ശരിക്കും നടന്ന് അവിടെ എത്തി എന്നാണ് പറയുന്നത്. അപ്പം നച്ചിക്കേത്ത നടന്ന് യമലോകത്തിലെത്തി യമദേവനെ കാണാൻ വേണ്ടി. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് യമദേവൻ അവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ കൊച്ച് അവിടെ പുറമെ തന്നെ വെയിറ്റ് ചെയ്യുക, യമദേവൻ വരാൻ വേണ്ടി കാത്തിക്കുവാണ്. അപ്പം ഒരു ദിവസം കഴിഞ്ഞു, ഫുഡില്ല, വെള്ളമില്ല, ഒരു കംപ്ലയിൻസും ഇല്ല, ഒരു ഡിസ്കംഫേർട്ടും ഇല്ല. ബിക്കോസ് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ആൾ വന്നേക്കുന്നത്. അപ്പം രണ്ടാമത്തെ ദിവസമായി, യമദേവൻ വന്നില്ല. സെയിം, ഫുഡില്ല, വെള്ളമില്ല, ഒരാൾ വന്ന് ചോദിച്ചു പോലും ഇല്ല. അങ്ങനെ തന്നെ മൂന്നാമത്തെ ദിവസമായി, യമദേവൻ വന്നില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, പക്ഷേ ഒരു രീതിയിൽ പ്രശ്നവുമില്ല. നച്ചിക്കേതൻ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിരുന്നു. മൂന്നാം ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് യമദേവൻ. യമദേവൻ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോവും. അപ്പോൾ യമദേവൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോവും. ഒരു കുഞ്ഞിനെയാണ് കാണുന്നത്, അതും വാതിക്ക് നിൽക്കുകയാണ് യമദേവന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. അപ്പം ഈ കുഞ്ഞ് 3 ദിവസമായി വന്നിട്ട് 3 ദിവസം വരെ ആരും വെള്ളവും ഫുഡും ഒന്നും കൊടുത്തില്ല, കയറ്റി ഇരുത്തിയില്ല, ഒന്നും ചെയ്തില്ല. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ ഗസ്റ്റ് വരുമ്പം ആരും വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ, സൽക്കരിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര മോശമല്ല. അപ്പം യമദേവന് അത് ഭയങ്കരമായിട്ട് മോശമായി. അപ്പം യമദേവൻ അതിനൊരു പ്രായശ്ചിത്തമായിട്ട് നച്ചിക്കേതനോട് പറഞ്ഞു, ഞാൻ നിനക്ക് 3 വരം തരാം, നീ ഓരോ ദിവസം ഞാൻ വരാത്തതിൻ്റെ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ 3 ദിവസത്തെ 3 വരം തരാം, എന്ത് വേണേലും ചോദിച്ചോന്ന്. അപ്പം നച്ചിക്കേതൻ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് ആദ്യത്തെ ഒരു വരം ചോദിച്ചു. അപ്പം നമ്മളൊക്കെ എന്താ വിചാരിക്കാൻ പോകുന്നത്, മേ ബി ഫുഡ്, വെള്ളം, ഇല്ലെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ സംഭവമായിരിക്കും നമുക്ക് വേണ്ടേ അല്ലേ, ബിക്കോസ് അത്രയും പ്രായമായിട്ടുള്ളൂ, ഒരു ടീനേജ് കൊച്ചു. അപ്പം നച്ചിക്കേത്ത് ചോദിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെ ദേഷ്യം ഒന്ന് മാറ്റി തരുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ദേഷ്യം കാരണമാണ് നച്ചിക്കേതൻ ഇപ്പം യമദേവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് തന്നെ. അപ്പം എന്നിട്ടും ഹി ഈസ് സോ ഓണസ്റ്റ്, സോ ഹംബിൾ. അവിടെ എത്തിയിട്ടും നച്ചിക്കേതൻ സ്വന്തം അച്ഛനെ പറ്റിയാണ് വിചാരിക്കുന്നത്. അച്ഛൻ്റെ ദേഷ്യമൊന്ന് മാറ്റിത്തരണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പം യമദേവൻ സമ്മതിച്ചു, അത് നടത്തിക്കൊടുത്തു. പിന്നെയാണ് രണ്ടാമത്തെ വരം ചോദിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ വരത്തിൽ നച്ചിക്കേതൻ പറയുന്ന ഈ യാഗങ്ങൾ എന്താണ്, ഇത് ചില യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമെന്നൊക്കെ പറയും. ചില ആൾക്കാർ അത് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ തരും. എന്താണ് അതിൻ്റെ ശരിക്കുള്ള റിയാലിറ്റി, എന്നെ ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പം യമദേവൻ പറയും, ഷുവർ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം
ഈ നച്ചിക്കേതന് അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ആ ഒരു സ്മാർട്ട്നെസ് മനസ്സിലാവുമ്പം ആ യാഗത്തിന് തന്നെ നച്ചിക്കേത ഫയർ അല്ലെങ്കിൽ നച്ചിക്കേത യാഗം എന്നുള്ളൊരു പേര് കൊടുക്കും. അത് കഴിഞ്ഞപ്പോഴാണ് മൂന്നാമത്തെ വരം ചോദിക്കാനുള്ള സമയമായി. അപ്പം നച്ചിക്കേതൻ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം നമുക്ക് ആർക്കും നമ്മളിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, ആലോചിച്ചൊരു കാര്യമാണ്, റീസേർച്ച് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്? അപ്പം അത് ആ ചോദ്യം കേട്ട ഉടനെ യമദേവൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ബിക്കോസ് ആ ഒരു ക്വസ്റ്റിന് വേണ്ടി ഒരു കറക്റ്റ് ആൻസർ ഇല്ല. ആ കൊച്ച് ഒരു ടീനേജ് കൊച്ചാണ്. അപ്പം ആ ഒരു കുഞ്ഞ് അത്രയും ഒരു വലിയ ചോദ്യം ചോദിക്കുവാണെങ്കിൽ അത്രത്തോളം മെച്ചുവറാണ് ആ കൊച്ച്, അല്ലേ? പ്ലസ് യമദേവൻ ഈ ക്വസ്റ്റ്യൻ കേട്ട ഉടനെ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് തരാൻ പറ്റില്ല. ബിക്കോസ് ഭഗവാന്മാർ പോലും ഈ ചോദ്യത്തിന് വേണ്ടി തർക്കിച്ചിട്ടുണ്ട്, ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ചോദ്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചു എന്നാണ് യമദേവൻ പറയുന്നത്. അപ്പം ഇവിടെയാണ് ആദ്യത്തെ പാർട്ട് ഫിനിഷ് ആവുന്നത്. എന്ത് ഇന്നസെൻ്റ് അല്ലേ ആ കൊച്ച്. ബിക്കോസ് ആ കൊച്ചിന് എന്ത് വേണമെങ്കിലും ചോദിക്കായിരുന്നു. ഇപ്പം നമുക്കൊരു വരം കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? നമ്മൾ കുറച്ച് കംഫർട്ട്, ഇല്ലെങ്കിൽ കുറച്ച് സമാധാനം, ഇല്ലെങ്കിൽ സാധനങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ സാധനങ്ങൾ ചോദിക്കും. പക്ഷെ അതൊന്നും അല്ല ചോദിച്ചത്. അപ്പോൾ ഈ കൊച്ച് അത്രത്തോളം മെച്യൂറായി മെൻ്റലി ആൻഡ് ഹീസ് അറ്റൈൻഡ് ആ ഒരു ലെവൽ ഓഫ് ബ്ലെസ്. ഇത് മനസ്സിലാക്കാൻ യമദേവൻ്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ നിന്നെ മൃത്യുക്ക് കൊടുത്തു. അപ്പം അത് ഒരു വിഷമമായിട്ടല്ല നച്ചിക്കേത എടുത്തത്. ബിക്കോസ് അതറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയാണ്. ഇപ്പോൾ പിള്ളേർക്ക് അങ്ങനെയല്ല, ഒരു പുതിയ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയും അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. അതെന്താണ്, എത്ര സീരിയസ് ആണെന്നൊന്നും അവർ മനസ്സിലാക്കാൻ നോക്കില്ല. പക്ഷെ അത് അപ്പുറം അതിൻ്റെ നെക്സ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ തന്നെയാണ് നച്ചിക്കേത് വന്നത്. അപ്പം ഈ വരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കും നച്ചിക്കേത് അറിയുന്നത്. പക്ഷേ ഇപ്പം മൂന്നാമത്തെ വരം ആയിട്ട് കിട്ടിയ കാരണം അതൊരു ചോദ്യമായിട്ട് ചോദിച്ചു, അല്ലേ? അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് വള്ളി 2 എന്താണ് സംഭവിക്കണേ എന്ന് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എളുപ്പത്തിൽ എനിക്ക് തോന്നി ഈ കഥ കേട്ടിട്ടുണ്ടാവണം. ബിക്കോസ് എനിക്ക് നച്ചിക്കേത എന്ന് പേര് ഓർമ്മയുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് അടുത്ത പാർട്ടിൽ എന്താണ് സംഭവിക്കണേ എന്ന് നോക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.